അമേരിക്കയിൽ ഒരു ഇന്ത്യക്കാരുൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തി. ഈ സംഭവം നടക്കുന്ന ജോർജിയയിലെ ലോറൻസ് വില്ലിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം. 43 വയസ്സുള്ള മീനു ഡോഗ്ര എന്ന ഇന്ത്യക്കാരെയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവാണ് കൊലപ്പെടുത്തിയത്. അറ്റ്ലാന്റ സ്വദേശിയായ വിജയകുമാറാണ് ഇവരുടെ ഭർത്താവ്. അവർ തമ്മിൽ ചില കുടുംബ വഴക്കുകളൊക്കെ ഉണ്ട്. 3 കുട്ടികളുണ്ട്. ഇവർ മീനുവും മറ്റവരും താമസിക്കുന്ന ബന്ധുക്കളും താമസിക്കുന്ന ജോർജിയയിലെ ലോറൻസ് വില്ലിലാണ്. ആ നഗരത്തിലാണ് അവർ താമസിക്കുന്നത്. ഇയാൾ അറ്റ്ലാന്റയിലാണ് താമസിക്കുന്നത്. ഏതായാലും അന്ന് രാത്രി 2-2:30 വരെ കുടുംബത്തിൽ വഴക്കുണ്ടായി. വിജയകുമാർ വന്നു ഭാര്യ മീനു ഡോക്രയുമായിട്ട് വഴക്കുണ്ടായി. അവരുടെ ബന്ധുക്കളായ നിതിൻ ചന്ദ്രനും ഹരീഷ് ചന്ദ്രും ആ വീട്ടിൽ തന്നെയുണ്ട്. കൂടാതെ ഒരു ഇന്ത്യക്കാരൻ ഗൗരവകുമാറും അവിടെയുണ്ട്. വഴക്ക് മൂത്തു. അതിനുശേഷം ഇയാൾ അവരെ കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. 4 പേരെയും കൊലപ്പെടുത്തി. ഈ സംഭവത്തിൽ കണ്ടുകൊണ്ട് നിന്ന മക്കൾ, 3 കൊച്ചുകുട്ടികൾ, അവർ പേടിച്ച് വിറച്ച് അവർ ഈ കൊലപാതകം നടക്കുന്നത് കണ്ടപ്പം അവർ അവിടുന്ന് പെട്ടെന്ന് മാറി അവിടുത്തെ വീട്ടിലെ വലിയ അലമാരയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. അതുകൊണ്ട് അതുങ്ങൾ ജീവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചിലപ്പം അവരെയും കൊലപ്പെടുത്തിയതിനെ. അറ്റ്ലാന്റയിലുള്ള പിതാവാണ് ഇത് ചെയ്യുന്നതെന്ന് അവർക്കറിയാം. പക്ഷേ അവരോരോ മരണം നേരിട്ട് കാണുവാണ് കൊച്ചുകുട്ടികൾ. എന്തായാലും ഇയാൾ അവിടുന്ന് ശാന്തനായി മാറി എന്ന് കഴിഞ്ഞപ്പം കുട്ടികൾ പതുക്കെ, അതിൽ ഒരു കുട്ടി പോലീസിനെ എമർജൻസി കോളിൽ വിളിച്ചു. പോലീസ് എത്രയും പെട്ടെന്ന് അവിടെ വന്നു. ഏതായാലും ഇയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ സംഭവം ഇത്തിരി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി അറ്റ്ലാന്റയിലെ ഇന്ത്യയുടെ കോൺസുലേറ്റ് അദ്ദേഹത്തിൻ്റെ ദുഃഖം, ഇന്ത്യക്കാരാണ്, സാമ്പത്തികമുള്ളവരാണ്. അതേസമയത്ത് അദ്ദേഹം എക്സിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടോളൻസ് അറിയിച്ചത്. ഒരു ഫാമിലി ഡിസ്പ്യൂട്ടിൽ തുടർന്നാണ് ഈ കൊലപാതകങ്ങൾ ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഈ സംഭവം ഇന്ത്യക്കാരെ വളരെയധികം ഞടുക്കി. കാരണം അമേരിക്കയിൽ നല്ല രീതിയിൽ സാമ്പത്തികമായി നല്ല രീതിയിൽ നല്ല നിലവാരത്തിലുള്ള കുടുംബ പശ്ചാത്തലം ഉള്ളവരൊക്കെ തന്നെയായിരുന്നു ഇവർ. പക്ഷേ ഏതായാലും അമേരിക്കൻ കുട്ടികൾ പലരും മദ്യവെച്ച് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന പിതാക്കന്മാരെ നിലയ്ക്ക് നിർത്താണ്ട് അവരുടെ കുട്ടികൾക്കെല്ലാവർക്കും 911 നമ്പർ അറിയാം. എല്ലാവരും അന്നേരം എടുത്ത് വിളിക്കും. അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരാൾ തിരുവനന്തപുരംകാരൻ അവിടെ പോയി. സ്ഥിരം മദ്യപാനിയാണ്, ഭാര്യ നേഴ്സാണ്, ജോലിയാണ്, കുട്ടികളുണ്ട്. സ്ഥിരം വീട്ടിൽ വഴക്കോ അടിയും ബഹളവുമാണ്. അങ്ങനെ ആ ഒരു കുട്ടി ഏതായാലും പോലീസിനെ വിളിച്ചു. പോലീസ് സഡൻ ആയിട്ട് അവിടെ എത്തി. മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന പിതാവിനെ കണ്ട് അന്നേരം തന്നെ തൂക്കിക്കൊണ്ടുപോയി. ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴാണ് വെളിച്ചം കണ്ടതെന്നാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും അമേരിക്കയിലെ കുട്ടികൾക്കെല്ലാം വീട്ടിലെ കലാപവും ഇതുപോലെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകുമ്പോൾ പല കുട്ടികൾക്കും അവിടുത്തെ പോലീസിൻ്റെ നമ്പർ കാണാപ്പാടാണ്. നമുക്കിവിടെ 100-ൽ വിളിക്കും നമ്മൾ ആംബുലൻസ് കിട്ടാനും അല്ലെങ്കിൽ പോലീസിനെ കിട്ടാനൊക്കെ. 100, 101 നമ്മുടെ കുട്ടികൾക്കും അറിയാം. അവിടെ പക്ഷേ പോലീസ് വളരെ ക്വിക്ക് ആക്ഷനാണ്. കുട്ടികൾ വിളിച്ചു കഴിഞ്ഞാൽ, മൈനറായ കുട്ടികൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടോപ്പ് പ്രയോറിറ്റിയാണ് അവിടെ കൊടുക്കുന്നത്. ഏതായാലും ആ കുട്ടികൾ 3 പേരും രക്ഷപ്പെട്ടു. അതുകൊണ്ട് കോൺസുലേറ്റിൻ്റെ ഇടപെടലും ആ ബന്ധുക്കളൊക്കെ അവിടെ വന്നു. ഈ കുട്ടികളെ 3 പേരെയും ആ വീട്ടിൽ നിന്ന് മാറ്റി. അതിനുശേഷം അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇന്ത്യൻ കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നേരത്തെയും പല സംസ്ഥാനത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആധുനിക യുഗത്തിലുള്ള ജീവിത രീതിയിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിലല്ല അവരാരും അവിടെ ജീവിക്കുന്നത്. നമ്മുടെ ഇവിടെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ച്, കുടുംബ പശ്ചാത്തലം അനുസരിച്ച് കഴിവുള്ളിടത്തോളം ക്ഷമയോടുകൂടി കാര്യങ്ങൾ നീക്കാനാണ് ഇന്ത്യക്കാർക്ക് അറിയാം. അങ്ങനെയാണ് ഇന്ത്യയിൽ ഈ കുടുംബസമാധാനം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ ബ്രോക്കൺ ഫാമിലി അല്ല. നമ്മളൊക്കെ ഇവിടെ അപ്പനെയും അമ്മയും സംരക്ഷിച്ച് മക്കളെയും സംരക്ഷിച്ച് കൂട്ടുകുടുംബം പോലെ ഇന്നും ജീവിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യയിൽ. പക്ഷേ ഇവിടുന്ന് പറിച്ചു നടപ്പെട്ട പലരെയും അവസ്ഥ അവിടുത്തെ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്ക്. അത് മൂർച്ഛിച്ച് അവസാനം അത് കൊലപാതകത്തിലേക്ക് എത്തിയത്.